നല്ല മൂവിയാണ്. കുറേ നാളിന് ശേഷം കുറച്ച് നല്ല സ്റ്റോറി സെൻസ് ഒക്കെ ഉള്ളൊരു മൂവിയായിട്ട് തോന്നി. നല്ലൊരു എന്താ പറയുക, ടോട്ടലി ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ആക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എടുത്തു പറയേണ്ട, എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ചെയ്ത പോലെ തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജ്, അതായത് കുറേ നാളിന് ശേഷം നമ്മൾ ഈ വായിച്ചറിഞ്ഞ കഥകളൊക്കെയുള്ള ഒരു ഇതില്ലേ, നമ്മൾ സ്റ്റോറി വായിക്കുന്നുള്ളൊരു ഫീലുള്ള ഒരു മൂവി ആയിട്ട് തോന്നി. ഒരു ന്യൂജൻ മൂവി ഒന്നുമല്ല, കുറച്ച് പഴയ കാലത്ത് നമ്മൾ കണ്ട പോലെ അതുപോലെ തന്നെയാണ് അത് എടുത്തേക്കുന്നത്. മേക്കിംഗ് വൈസ് കുഴപ്പമില്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലായിരുന്നു. ഒരു നല്ലൊരു മലയാള സിനിമ. അതാ ഞാനിതിൽ നായികയുടെ അമ്മ സുലോചന എന്നുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. തികച്ചും ഒരു വ്യത്യസ്ത പ്രമേയം തന്നെയാണ്. ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും വന്ന് ഈ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതായത് കാത്തൊരു കല്യാണം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാതെ എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരു കല്യാണമാണെന്നുള്ളത്. അപ്പം എന്തായാലും ആ കല്യാണത്തിൽ വന്ന് പങ്കെടുത്താൽ മാത്രമേ നമുക്ക് ആ പ്രത്യേകത എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഞങ്ങൾ ഇതിലൂടെ പറയാൻ നോക്കുന്നത്. നല്ല രണ്ട് അടിപൊളി പാട്ടുകളുണ്ട്. എല്ലാവർക്കും ആ പാട്ടുകൾ ഇഷ്ടപ്പെടും. എല്ലാവരും കാണണം, നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഫിലിം കാണണം. ഈ ഫിലിം നമ്മൾ വളരെ ഒരു എന്താ പറയുക, ഒരു കോമൺ ഒരു സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ഇതിലൂടെ പറയാൻ നോക്കുന്നത്. ഒരു കോമഡി ആയിട്ട് മുന്നോട്ട് പോകുന്നെങ്കിലും സീരിയസ് സബ്ജക്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രണ്ട് അടിപൊളി പാട്ടുകളുണ്ട്, അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഫിലിം കാണണം. ഞാനിതിൽ ശ്രേയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഫിലിമിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മൂവിയാണ്, വ്യത്യസ്തമായ പ്രമേയം, കൊള്ളാം. അത് തിയേറ്ററിൽ വന്നിരുന്ന് കാണുമ്പം അതിൻ്റേതായൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു റെസ്പോൺസാണ് കിട്ടുന്നത്. ഇതിനകത്ത് അഭിനയിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അതിൻ്റെ പ്രമേയം വെറൈറ്റിയാണ്. അപ്പോൾ ജനങ്ങൾ വന്ന് കാണട്ടെ, പ്രേക്ഷകർ കാണട്ടെ. നല്ല സിനിമയായിരുന്നു. പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള തീർച്ചയാണ്. കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് സങ്കടകരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്തു. നല്ല സിനിമയായിരുന്നു. നമുക്ക് വലിയൊരു ബഡ്ജറ്റിൽ നിന്നും ഒരു ചെറിയ സിനിമയാണ്. നമുക്ക് ആ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് കേട്ടോ. എല്ലാവരും പോയി കാണും തന്നെ പറയുന്നത്. നല്ല മെസ്സേജ് ആയിരുന്നു. എല്ലാവർക്കും ഈ ക്ലൈമാക്സ് ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഇമോഷണൽ നല്ല അറ്റാച്ച്മെൻറ്റ് തരുന്ന സിനിമയാണ്. അവരിൽ നമുക്ക് നിശ്ചയം വരെ അതിൽ കാണിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ അവരുടെ ക്ലൈമാക്സ് ഒക്കെ അനുസരിച്ച് നമുക്ക് ഈ കല്യാണം നടന്നു അവസാനം നമുക്ക് അവർക്ക് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. അവർക്ക് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട സിനിമ എന്തായാലും. പടം കൊള്ളാം. ഒരു ശരാശരി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അത്യാവശ്യം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫിലിമാണ്. എന്ന് വെച്ചാൽ കോമഡിയുണ്ട്, എന്നാൽ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. നല്ല പടമായിരുന്നു. നല്ല കഥയുള്ള ഒരു പടം. നല്ല സിനിമയായിരുന്നു. എൻ്റെ മകളും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. എല്ലാവരും പോയി തിയേറ്ററിൽ കാണണം, പ്രോത്സാഹിപ്പിക്കണം, നല്ല അഭിപ്രായങ്ങൾ നോക്കി പറയണം എന്നാണ് എൻ്റെ റൊമാൻറ്റിക്കും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പടം. അവസാനമൊക്കെയാണ് അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട്. അതുപോലെ ഇതിനകത്ത് പാട്ടുകൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമയാണ്. ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ നല്ലൊരു സിനിമയാണ്. എല്ലാവരും കാണണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് അഭിപ്രായങ്ങൾ പറയണം. അതാണ് ഒരു കുഞ്ഞു മൂവി. വലിയ സംഭവമായിട്ട് പറയാനൊന്നുമില്ല, എന്നാലും വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ടീമുകൾക്കുള്ളൊരു നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ അതിലൊരു ഫ്ലാഷ് ബാക്ക് സീൻസ് ഉണ്ട്. അത് നന്നായിട്ട് നല്ല വൃത്തിക്ക് നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി. ആ സീനൊക്കെ നന്നായിട്ട് പുതിയ ആളുകളാണ് ചെയ്തതെന്ന് പെട്ടെന്ന് അങ്ങനെ തോന്നാത്ത രീതിക്കാണ് ചെയ്തു വെച്ചേക്കുന്നത്. വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു പ്രമേയം വരുന്നത് ഒരു കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. വൃത്തിയുണ്ട്, കാണാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് സിനിമയുടെ മെയിൻ. വരുന്ന പ്രേക്ഷകരോട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്. ഇതൊരു ചെറിയ ബഡ്ജറ്റുള്ളൊരു സിനിമയാണ്. അപ്പം വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. അപ്പം കാണുന്നവർക്ക് ബോറടിക്കാതിരുന്ന് കാണാം. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രേമമാണ്. ഇതൊരു ഈ ഒരു ടൈപ്പിലൊരു കഥ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊള്ളാം, നല്ല പടമാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റും. നല്ല പടമാണ്. ക്ലൈമാക്സ് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞായിരുന്നു. അല്ല, മറ്റേ പുള്ളിക്കാരൻ്റെ അഭിനയം ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫീലിങ്സ് പറഞ്ഞ, പിന്നെ ചേട്ടൻ എൻ്റെ കസിൻ ബ്രദറാണ് ഡയറക്ടർ.